സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് വരുവാണെങ്കിൽ രാജ്ബി ഷെട്ടി വിനയ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ടെക്കി കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ. പ്രത്യേകിച്ച് ഭയങ്കര ട്വിസ്റ്റുകളോ ടേണുകളോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിൽ. അങ്ങനെ ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടാകുന്ന ഒരു ചെറിയ തെറ്റ് മൂലമാണ് സിനിമയിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുക. ആ ഒരു തെറ്റും അതിനുള്ള പ്രായശ്ചിത്തവും എല്ലാമാണ് ഏകദേശം സിനിമ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കെല്ലാം അത്ര ഗൗരവമല്ല എന്ന് തോന്നുന്ന, വളരെ ചെറുത് അല്ലെങ്കിൽ നിസ്സാരം എന്ന് തോന്നുന്ന ഒരു തെറ്റാണ് സിനിമയിൽ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ഈ സിനിമ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കും. അങ്ങനെ രാജ്ബി ഷെട്ടിയുടെ ലൈഫിൽ നടക്കുന്ന ഈ ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യം മൂലം ആണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രത്തെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഉപേന്ദ്രയുടെ രായപ്പൻ എന്ന കഥാപാത്രം. ഉപേന്ദ്രയുടെ ഈ രായപ്പൻ എന്ന കഥാപാത്രത്തിൻ്റെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളും അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കുറേ റെഫറൻസുകളും അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം അത്രയും ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടുള്ള റെഫറൻസുകളാണ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ രാജ്ബി ഷെട്ടിയും ഉപേന്ദ്രയും ഏറ്റുമുട്ടുന്നു. രാജ്ബി ഷെട്ടിക്ക് ഇനി ജീവിക്കാൻ വെറും 45 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് ഉപേന്ദ്ര പറയുന്നു. അങ്ങനെയാണ് ഈ സിനിമയുടെ ടൈറ്റിലായിട്ടുള്ള 45 എന്ന ആ ഒരു പേര് വന്നിരിക്കുന്നത്.